മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നീ എന്ത് പണിയാടാ കാണിച്ച്? എന്തോ അവളെ കണ്ടിട്ടൊന്നും കള്ളല്ലെന്നാ തോന്നുന്നു. മനസ്സിൽ വല്ലാതെ കുറ്റബോധമുണ്ട് അവൾക്ക്. ഇത് നിനക്ക് അവളെ മുഴുവനായിട്ട് അറിയാത്തോണ്ടാ. അങ്ങനെയല്ല, അവിടെ കണ്ണു നിറഞ്ഞ കണ്ടോ നീ? അത് ആത്മാർത്ഥമായിട്ടാ. അവളുടെ കാര്യമായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വിശ്വാസം പോരാ. തൽക്കാലം നീ അത് വിട്, വന്ന് കയറി. ഞാനൊരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. നീ ആദ്യം നിന്റെ ഭാര്യ പറഞ്ഞൊരു തീരുമാനമാക്ക്. ഒരു പെണ്ണ് വെറുതെ വന്ന് ഞാൻ ഗർഭിണിയാണെന്ന് പറയില്ല. പിന്നെ അവൾ പ്രഗ്നന്റ് ആവില്ലെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ജോയിയുടെ ചോദ്യത്തിലൊന്നും മിണ്ടാൻ കഴിയാതെ തലതാഴ്ത്തി അവൻ. ഞാൻ വെറുതെ പറയുന്നില്ല, എന്തോ അവളുടെ കണ്ണീരിൽ സത്യമുള്ള പോലെ. നീ ഒന്നുകൂടെ നന്നായി ചിന്തിക്കേ. അതും പറഞ്ഞ് ജോയി അവിടെ നിന്ന് കയറ്റെടുന്ന് പുറത്തേക്ക് നടന്നു. നിന്ന് നീ എന്റെ വീട്ടിലേക്കെന്നല്ല, എന്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോലും ഞാൻ കരുതിയിട്ടില്ല. തിരികെ ഓട്ടോയിലിരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ അവളുടെ കാതിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. തിരികെ കൈലാസത്തിന്റെ പടികൾ കയറുമ്പോഴും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവളുടെ മനസ്സ് നീറിക്കൊണ്ടിരുന്നു. എന്തായി? ഭർത്താവിന് തേടി പോയതാണോ? എന്നിട്ടെന്തേ കൂടെ കൂട്ടിയില്ലേ നിന്നെ? ഒരു പരിഹാസത്തോടെയുള്ള മാലിനിയുടെ ചോദ്യം കേൾക്കെ മിഴികൾ തുടച്ച് അവരെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ഒരു പ്രതിമ കണക്കെ നടന്ന് മുകളിലെത്തിയതും നിറഞ്ഞു തൂവുന്ന മിഴിനീർക്കണങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന മുത്തശ്ശിയെ പോലും കാണാതെ തടഞ്ഞു വീഴാനാഞ്ഞതും അവളെ ചേർത്ത് പിടിച്ചു അരുന്ധതി. ചെയ്തു പോയതൊക്കെ ഓർത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? മുത്തശ്ശിയുടെ ചോദ്യത്തിലൊന്നും ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾക്ക്. ഈ കുഞ്ഞിനെ നിനക്ക് നശിപ്പിക്കാൻ കഴിയോ? കാതിൽ പതിക്കുന്ന വാക്കുകളിൽ വീഴുന്ന മിഴികളോട് നോക്കിക്കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി. അപ്പൊ ഈ കുഞ്ഞിന് അമ്മ മാത്രം മതിയോ, അതോ അച്ഛനും വേണോ? വീണ്ടുമുള്ള ചോദ്യത്തിൽ അരുണിന്റെ വാക്കുകൾ വീണ്ടും കാതിൽ പതിക്കും പോലെ തോന്നി അവൾക്ക്. ചോദിച്ച മനസ്സിലായില്ലേ? ഭർത്താവിന് തിരികെ വേണമെന്നാ ചോദിച്ച്. ഒരു വിധംബരോടെ വേണമെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അരുന്ധതിയുടെ തോളിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു അവൾ. മുത്തശ്ശി. തന്റെ തോളിൽ കിടന്ന് പൊട്ടിക്കരയുന്നവളെ ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ നോക്കിയവർ. എന്തോ ആദ്യമായി അവളെ ഓർത്ത് അരുന്ധതിയുടെ മിഴികൾ നിറഞ്ഞു. ഇത് അഭിനയമോ വേഷം കെട്ടലോ അല്ല, അത്രമേൽ കുറ്റബോധത്തോടെയും തിരിച്ചറിവോടെയുമാണ്. അരുന്ധതി അവളുടെ മുഖം തന്റെ കൈകളിൽ പൊതിഞ്ഞു പിടിച്ചു. കരയണ്ട, ദേ ഇപ്പൊ നീ കുറ്റബോധം കൊണ്ട് നീറിപ്പോകുന്നില്ലേ? അത് മാത്രം മതി ദൈവം നിന്നോടെല്ലാം പൊറുക്കാൻ. മുത്തശ്ശി. വിളിച്ചോണ്ട് വിങ്ങിപ്പൊട്ടുന്നവളുടെ മിഴികൾ പതിയെ തുടച്ചു നീക്കി അരുന്ധതി. ഒരു നിമിഷം സൗഗന്ധിയുടെ മിഴികൾ തങ്ങൾക്ക് പുറകിലായി ചുമരിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി തങ്ങളെ നോക്കി നിൽക്കുന്ന അശോകിനെ കാണെ ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. അശോക്, അവനെന്നെ വേണ്ട, എന്റെ കുഞ്ഞിനെയും വേണ്ട, ഞാൻ കൊള്ളില്ല അശോക്. സ്വയം പുലമ്പിക്കൊണ്ട് ഏങ്ങിക്കറിയുന്നവളെ കാണെ വല്ലാത്തൊരു നോവ് തോന്നി അവന്. എത്രയൊക്കെ തന്റെ പിറകെ നടന്നിട്ടുണ്ടെങ്കിലും തനിക്ക് അവൾ തന്റെ കൂടപ്പിറപ്പാണ്. ഒരനിയത്തിയായിട്ട് മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. ഏങ്ങി കരയുന്നവളൊരു ആശ്വാസം എന്നോടൊന്ന് ചേർത്ത് പിടിച്ച് തലോടി അവൻ. ശേഷം മുത്തശ്ശിയിലേക്ക് മിഴികൾ പായിച്ചു. ഗ്രാൻമ വേഗം റെഡിയാവും. അശോക് പറയുന്നയാൾക്ക് അരുന്ധതി ഒരു ചെറുചിരിയുടെ മുറിയിലേക്ക് പോയി. അശോക് അവളുടെ കൈ പിടിച്ച് നീരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ തൊട്ട് കരഞ്ഞു കലങ്ങിയ മിഴികളോട് ഇരിക്കുന്നവളെ കാണും തോറും എന്തോ അവൾ ചെയ്തു കൂട്ടിയതൊക്കെ അത്രയ്ക്കുണ്ടെങ്കിലും ഇപ്പൊ എല്ലാം തകർന്നിരിക്കുന്നവളോട് ആർക്കും ഒരു അലിവ് തോന്നിപ്പോവും. ചിന്തിച്ചുകൊണ്ട് നീതി അശോകിന്റെ കൈകൾ പിടിച്ചു. അശോക്, അരുൺ മറുത്തൊന്നും പറയില്ലെന്നതിന് എന്റെ വിശ്വാസം. എങ്കിലും എന്തോ അറിയാം, അവന്റെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ട് അവനെടുക്കുന്ന തീരുമാനത്തെ തീർക്കാനൊന്നും പറ്റില്ല നീതി. എങ്കിലും ഒരു അവസാന ശ്രമം. അല്ല അശോക്, അപ്പച്ചിയും മകനും ചേർന്ന് പറയുന്ന തീരുമാനങ്ങൾ അങ്കിളിനറിയില്ലേ? അങ്കിൾ 2 ആഴ്ചയായിട്ട് ഒരു ബിസിനസ് ട്രിപ്പില്ല. ഇനി അറിഞ്ഞാലും ഭാര്യയും മകനും പറയുന്ന ഒരു പാവ പോലെ അനുസരിക്കുന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ അവരെ നോക്കേണ്ട ആവശ്യമില്ല. എന്നാ നമുക്ക് ഇറങ്ങാം. പുറകിൽ അരുന്ധതിയുടെ ശബ്ദം കേട്ടതും 3 പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. പോവാൻ റെഡിയായി വന്ന മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അശോക് നിധിയെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഞങ്ങൾ പോയി വരാം. എന്താവശ്യത്തിന് രേണുകാന്റിയും ബാക്കിയുള്ളവരുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. നിങ്ങൾ പോയിട്ട് അശോക്. ഒന്ന് മൂളിക്കൊണ്ട് അശോക് മുന്നോട്ട് നടന്ന സൗഗന്ധി ഒരു നിമിഷം തിരിഞ്ഞ് നിധിയെ നോക്കി അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കൈകൾ പിടിച്ച് നിറഞ്ഞ മിഴികളോടെ നോക്കി. നിധി, എന്നോട് ക്ഷമിക്കും. നിധി അവളെ പുഞ്ചിരിയോടെ ഇറുകിയപ്പോഴെന്ന്. പോട്ടെ, കഴിഞ്ഞതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ സൗഗന്ധി. ഇന്നോ ഇന്നലെയല്ല, വർഷങ്ങളായിട്ട് അവനെ അറിയാൻ എനിക്ക്. അവൻ ക്ഷമിക്കും. അങ്ങനെ ഒരു മനസ്സാവന്. ചെല്ല്, എല്ലാം ശരിയാവും. നിധിയുടെ വാക്കുകളിൽ അവളെ നോക്കിയൊരു ചെറുപുഞ്ചിരി നൽകി ബെഡിൽ കിടക്കുന്ന ആർവിയെ നോക്കിക്കൊണ്ട് അവന് നെറ്റിയിൽ ഒരു നേർത്ത ചുംബനം നൽകി പുറത്തേക്ക് ഇറങ്ങി. വീട്ടിലെത്തിയ പാടെ അതേ വേഷത്തിൽ ബെഡിലേക്ക് വന്ന് കിടന്നതാണ്. അത്രയൊക്കെ പറഞ്ഞെങ്കിലും മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്ന പോലെ. ഇനി അവൾ പറഞ്ഞ സത്യമായിരിക്കുമോ? തൻ്റെ കുഞ്ഞ് ജോയി പറഞ്ഞ പോലെ ഇന്ന് തനിക്ക് മുമ്പിൽ നിന്ന് ഈ കാലം അത്രയും കണ്ടവളല്ല. എത്ര ചിന്തിച്ചിട്ടും വീണ്ടും മനസ്സിൽ കരഞ്ഞിറങ്ങി അവളുടെ മുഖം മാത്രം. എത്രയൊക്കെ ദേഷ്യം കാണിക്കുമ്പോഴും അവളുടെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം തൊട്ട് അവളെല്ലാം മനസ്സിലാക്കി നല്ലൊരു പെണ്ണായി വരുന്ന പ്രതീക്ഷയായിരുന്നു. അതിനുവേണ്ടിയാണ് താൻ ശ്രമിച്ചതും. പക്ഷേ ചിന്തകൾ കാടുകയറി വല്ലാതെ പിടിമുറിക്കാൻ തുടങ്ങി അവനെ. അമ്മേ, ഈ ഏട്ടനിത് എന്തു പറ്റി? വന്നപാട് ആ മുറി കയറിയതാ. കാപ്പി കുടിക്കാൻ വിളിച്ചിട്ട് പോലും തുറക്കുന്നില്ല.
ജോലി കഴിഞ്ഞ് വന്നല്ലേ മോളെ, വല ക്ഷീണം കൊണ്ട് കിടന്നു കാണും. പറഞ്ഞിരുന്നു. പുറത്ത് കോളിമ്പിലടിക്കുന്ന ശബ്ദം കേട്ട് ഭാർഗവി പതിയെ എണീക്കാൻ തുടങ്ങി. അമ്മ ഇവിടെ ഇരുന്നു, ഞാൻ നോക്കിക്കോളാം പറഞ്ഞുകൊണ്ട് അരുണിമ ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന അശോകിനെ അരുന്ധതിയും കാണെ ഒരു പുഞ്ചിരിയോടെ നോക്കി അവർ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മേ വിളിച്ചുകൊണ്ട് ഭാർഗവിയുടെ അടുത്തേക്ക് ചെന്നു അരുണിമ. ഭാർഗവി ഒരു പുഞ്ചിരിയോടെ അവരുടെ മുന്നിലേക്ക് ചെന്നു. അവരുടെ തലയിലെ മുറിവ് കാണെ ഒരു കുറ്റബോധത്തോടെ അരുന്ധതിയുടെ മുഖം താഴ്ന്നു. മോനെ, നിധിക്കും കുഞ്ഞിനും സുഖാണല്ലോ അല്ലേ? പേരുകൾ ചടങ്ങിന് ജൂഹിമോളും ഋതികമോളും വന്ന് ഒരുപാട് വിളിച്ചതാ. അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് വരാൻ വയ്യാത്തോണ്ടാ. അറിയാൻ ഭാർഗവി, അതിനുള്ളതൊക്കെ എൻ്റെ കൊച്ചുമോള് ചെയ്തു വെച്ചിട്ടല്ലേ പോന്ന്. അവളെ കുറ്റം പറയാനൊന്നുമില്ല, എനിക്കൊരു അബദ്ധം പറ്റിയതാ. സാരല്ല, പോട്ടെ. സൗഗന്ധിക്ക് സുഖമായിരിക്കും അല്ലേ? സുഖം. അത് പറയാൻ കൂടിയാ ഞങ്ങൾ വന്ന്. അവനെവിടെ? അവൻ മുറിയിലുണ്ട്. വന്നപാട് അകത്ത് കയറിയതാ. പിന്നെ കാപ്പി കുടിക്കാൻ പോലും പുറത്തേക്ക് വന്നിട്ടില്ല. മോളെ അരുണിമേ, നീ ചെന്ന് അവനെ വിളിച്ചിട്ട് വാ. ഒന്ന് മൂളിക്കൊണ്ട് അരുണിമ അരുണിന്റെ മുറിയിലേക്ക് ചെന്നു. ഏട്ടാ ഏട്ടാ, ഡോറിൽ ഉറക്കി മുട്ടിക്കൊണ്ട് വിളിച്ചു അവൾ. നിർത്താതെയുള്ള അരുണിമയുടെ വിളി കേട്ട് ചിന്തകളിൽ നിന്ന് എണീറ്റെന്ന് ഡോർ തുറന്നു. എന്താടി നീ ഡോർ തല്ലി പൊളിക്കോ? എത്ര നേരെ ഏട്ടാ വിളിക്കുന്നു. ഇന്ന് എന്താ എൻ്റെ ഏട്ടന് എന്തില്ലാത്തൊരു മുറിയിലിരിപ്പ്? ഒന്നുമില്ല, നീ ചെല്ല്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. അപ്പൊ അവരതുവരെ കാത്തിരിക്കണം. അവിടെ അശോകേണ്ട പിന്നെ അവിടുത്തെ മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ട്. അരുണിമ പറയുന്ന കേട്ട് ആളൊന്ന് മിഴിച്ചു നോക്കിക്കൊണ്ട് അരുൺ വേഗം അവളെയും മറികടന്ന് ഹാളിലേക്ക് നടന്നു. അശു, മുത്തശ്ശി. അപ്പൊ ആള് ഇവിടൊക്കെ ഉണ്ടല്ലേ? ഉറ്റ കൂട്ടുകാരിയുടെ കുഞ്ഞിന്റെ പേരുകൾ ചടങ്ങിന് പോലും കണ്ടില്ല. അത് മുത്തശ്ശി, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതാ. തിരക്കൊക്കെ എനിക്കറിയാം. ഇനിയിപ്പോ അത് പറഞ്ഞിട്ടെന്താ, കഴിഞ്ഞില്ലേ? അരുൺ ഒരു പരിങ്ങളോട് അശോകിനെയും മുത്തശ്ശിയെയും നോക്കി. അമ്മേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. അരുൺ വേഗം ഭാർഗവിയെ നോക്കി പറഞ്ഞുകൊണ്ട് അരുണിൽ നിന്ന് വിഷയം മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട. ആദ്യം നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്ന്. നീ ഇവിടെ ഇരിക്കേ പറഞ്ഞുകൊണ്ട് അരുന്ധതി എണീറ്റ് അവന്റെ കൈ പിടിച്ച് അടുത്തിരുത്തി. ഇനിവരും പറയുന്ന ഓരോ കാര്യങ്ങളും കാതിൽ കേൾക്കും തോറും വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി അവന്. തനിക്ക് മുമ്പിൽ കരഞ്ഞു വന്ന് പറയുമ്പോഴും അവളെ തള്ളി പറഞ്ഞവർക്ക് മനസ്സിന് വല്ലാത്തൊരു നീറ്റൽ. അശോക്, ഞാൻ അവളെന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാനൊന്നും ഞാൻ ശ്രമിച്ചില്ല. അമ്മയും മോളും ചേർന്ന് പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നാവുന്നാ കരുതിയത്. നിന്നെ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ലായിരുന്നു. അത്രത്തോളം അവൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം തകർന്നത് വെറും പൂജ്യമായിട്ട് നിൽക്കുന്നവളാ. നിനക്ക് വേണമെങ്കിൽ മാത്രം അവളെ സ്വീകരിക്കാം, അല്ല മറിച്ചാണെങ്കിൽ അതിന് ഞങ്ങൾ എതിര് പറയില്ല. നിന്റെ ഇഷ്ടവും തീരുമാനമാണ്, നിനക്ക് തീരുമാനിക്കാം. അവൾ ആ കാറിലിരിപ്പുണ്ട്. അശോക പറഞ്ഞിരുത്തിയതും ഭാർഗവന്റെ അടുത്തേക്ക് ചെന്നു. പോയി വിളിച്ചുകൊണ്ട് വാ മോനെ. ഒന്നുമില്ലേലും നിന്റെ കുഞ്ഞിനെ ഉത്തരത്തിൽ ചുമക്കുന്നവളാ. അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്ന മകള് ഇന്ന് ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ തയ്യാറാവാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ അല്പം നന്മ ബാക്കിയുള്ളതുകൊണ്ടാ. ചെറിയ പ്രായമല്ലേ, തിരിച്ചറിവുണ്ടാവാൻ അല്പം വൈകിപ്പോയെന്ന് കരുതിയാൽ മതി. തെറ്റ് പറ്റാത്തതായിട്ട് ആരാ ഉള്ളൂ മോനെ? ചെന്ന് കൈപ്പിടിച്ച് കയറ്റിക്കൊണ്ടുവാ. ഭാർഗവിയെ അലിവോടെ പറഞ്ഞതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അരുൺ പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്താവെന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി കാറിലിരിക്കുന്നവൾക്ക് മുമ്പിൽ ഡോർ തുറന്നു ഒരു പിടപ്പോടെ മുന്നോട്ട് നോക്കിയ സൗഗന്ധി അരുണിനെ കാണാൻ തലതാഴ്ത്തി നിന്നു. കേട്ടില്ലമ്മ, ആനയിച്ചാല് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങടി. ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദത്തിൽ വിരുമ്പാൻ നിന്ന ചുണ്ടിനെ കടിച്ചു പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയവൾ. അരുൺ അവളെ അടിമുടിയൊന്ന് നോക്കി. കരഞ്ഞു കലങ്ങിയ മിഴികളും വാടിത്തളർന്ന മുഖവും കാണെ മനസ്സൊന്ന് ഇടറിപ്പോയി. കാണാൻ നല്ല കോലമുണ്ട്, കൊള്ളാം. നിനക്ക് എല്ലാ ബുദ്ധി ഓതിത്തരുന്ന ആ സ്ത്രീ നിന്റെ ഈ കോലൊന്നും കണ്ടില്ലടി. ആളൊന്നും മിണ്ടിയില്ല, തലതാഴ്ത്തി ഒരേ നിൽപ്പ് നിന്നു. എന്തു പറ്റി? നിന്റെ നാക്കിന് നല്ല നീളമുണ്ടായിരുന്നല്ലോ, ഒക്കെ എവിടെ പോയി? നിന്നെ തള്ള കൊണ്ടുവന്ന പണച്ചാക്കിന് കിട്ടിയ കിളവന്റെ കൂടെ പോവായിരുന്നില്ലേ? ഇപ്പൊ മനസ്സിലായോടി അവർക്ക് നിന്നുള്ള സ്നേഹമാണോ അതോ പണത്തിനുള്ള ആർത്തിയാണോ എന്ന്? ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൾക്കരിയിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു അവൻ. ജീവിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം, അതും ആ തലധരിച്ച സ്ത്രീയുടെ ബുദ്ധി കൊണ്ടല്ല, എന്റെ ഭാര്യയായിട്ട് എന്റെ അമ്മക്കൊരു മകളായി എന്റെ മക്കളുടെ അമ്മയായിട്ട് നല്ലപോലെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം എന്റെ കൂടെ ഈ പടികൾ കയറാം. അതെല്ലാം മറിച്ചാണെങ്കിൽ ഈ കാർ തന്നെ കയറിക്കോ പറഞ്ഞുകൊണ്ട് ആൾക്കുമ്പിലേക്ക് തന്റെ കൈകൾ നീട്ടിയതും പതിയെ തലയുയർത്തി അവനെ നോയിക്കൊണ്ട് പൊടുന്നതിനെ അവനെ നെഞ്ചിലേക്ക് വീണ് ഇറുകിയപ്പോഴൊന്ന് പൊട്ടിക്കരഞ്ഞവൾ. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിലൊന്ന് പകച്ചുപോയെങ്കിലും പതിയെ അവന്റെ ചൊടിയിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. നിറഞ്ഞു വരുന്ന തന്റെ മിഴികളെയും തുടച്ചു നീക്കിക്കൊണ്ട് അവള് തന്റെ കൈകളാൽ അവനും ചേർത്ത് പിടിച്ചു. ഡോറിൽ ചാറി ഇരുവരെയും നോക്കി നിൽക്കുന്ന അശോകിന്റെ അരുന്ധതിയുടെയും ഭാർഗവിയുടെയും മിഴികളും സന്തോഷത്താലൊന്ന് തിളങ്ങി. എന്നാലും ഇവിടുന്ന് മുഷിയണ്ട, വാ പറഞ്ഞുകൊണ്ട് അരുൺ അവിടെ തന്റെ കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. എന്റെ ഈശ്വര, മുത്തശ്ശി നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതെ, പിന്നെ എനിക്ക് ചേച്ചിയെന്ന് നേരത്തെന്നൊക്കെ വിളിക്കാലോ അല്ലേ? അരുണിയും ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച സൗഗന്ധി. എന്തായാലും ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ, ഇനി ഞാൻ കാപ്പി എടുക്കാം എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് ഭാർഗവി അടുക്കളയിലേക്ക് ചെന്നു.
എല്ലാവരും ഒരുമിച്ച് കാപ്പിയും കുടിച്ച് സന്തോഷത്തോടെ അല്പനേരം കൂടെ സംസാരിച്ചിരുന്നു. ഇനി പിന്നെ ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ അശോകും മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുന്നത് നോക്കി നിൽക്കുന്ന അരുണിമയിൽ വല്ലാത്തൊരു പുഞ്ചിരി വിടർന്നു. നീ എന്താ അടിച്ചിരിക്കുന്നേ? ഒന്നുമില്ലാമേ, എൻ്റെ അമ്മയുടെ ഈ തലയൊന്ന് പൊട്ടിയാലെന്താ? ഏട്ടൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയില്ലേ? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ചേച്ചി കയറി വന്ന് അന്നേനെ പൊട്ടിച്ചാൽ മതിയായിരുന്നു. ഒന്ന് പോടി, അവിടെ ഒരു കണ്ടുപിടുത്തം. എല്ലാത്തിനും ദൈവം ഒരു സമയം കണക്കാക്കിയിട്ടുണ്ട്. അതുവരെ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ മതിയാവും. ആ എന്നാലും ഇപ്പം എന്തോ ഒരു സമാധാനം അല്ലേ അമ്മേ? ശരിയാ, ഇനി അവർ സന്തോഷമായി ജീവിക്കട്ടെ, ഒരു പ്രാർത്ഥനയോടെ പറഞ്ഞു ഭാർഗവി. തിരികെ അശോകും മുത്തശ്ശിയും കൈലാസിലെത്തിയതും അകത്തേക്ക് കയറുന്നവരെ കാണെ അവരുടെ പുറകിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി മാലിനി. ഇത്ര തിരക്കിയിട്ട് നീ ആരെയാ നോക്കുന്ന മാലിനി? അത് ഞാൻ നോക്കിയിട്ടില്ല. നോക്കാതിരുന്നാ നിനക്ക് നന്ന്. നിന്റെ മകൾ അവളുടെ ഭർത്താവ് എല്ലാം മറന്ന് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിട്ടുണ്ട്. അവൾ അവനെയും. ഇനി നിന്റെ നിഴൽ വെട്ടങ്ങാനും അവളിൽ ചെന്ന അതെ വല വേഷം കലക്കി നിന്നെ കൊല്ലുന്ന ഞാനായിരിക്കും, ഓർത്തോ നീ. അത്രയും പറഞ്ഞ് അരുന്ധതിന്റെ മുറിയിലേക്ക് പോയി. അശോക് അവരെ നോക്കുക പോലും ചെയ്യാതെ നിധിയുടെ അടുത്തേക്ക് നടന്നു. ഇതെന്താ ഈ വീട്ടിലെല്ലാവർക്കും ഭ്രാന്തായോ? അറിഞ്ഞാ കൊല്ലും. ഒരുത്തർ രണ്ടെണ്ണത്തിന് കൊന്നുകളി. ഇപ്പൊ ആ ഭ്രാന്തിന്റെ അമ്മയ്ക്കും കൂടെ കിട്ടിയോന്നാ. സ്വയം പിറുപിറുത്തുകൊണ്ട് ചവിട്ടിത്തുള്ളി മുറിയിലേക്ക് പോയി മാലിനി. ഒന്ന് കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ തന്നെ നോക്കി നിൽക്കുന്നവനെ ഒന്ന് കാണെ ഒരു പരിങ്ങിലോട് അവന്റെ അടുത്തേക്ക് ചെന്ന് സൗഗന്ധി. എന്തുപറ്റി? എന്റെ ഭാര്യയുടെ മൊത്തം വലിയ സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. ഇരു കൈകളും കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് പറയുന്നവനെ പതിയെ മിഴികളുയർത്തിയ മുഖത്തേക്ക് നോക്കി അവൾ. എന്നോട് ഇപ്പോഴും വെറുപ്പാണോ? പതിഞ്ഞ സ്വരത്തിൽ ചോദിക്കുന്നവളെ കാണെ അവൾ തന്നിലേക്കൊന്ന് ചേർത്ത് പിടിച്ച് അവളുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. ശരിയാ, വെറുപ്പ് മാത്രമല്ല ദേഷ്യവും. നിന്നെ വെട്ടിനുറുക്കി വല്ല പട്ടിക്കിട്ട് കൊടുക്കാൻ വരെ തോന്നിയിട്ടുണ്ട്. അവൻ പറഞ്ഞിർത്തിയതും നിറയാൻ നിന്ന് മിഴികളെ പിടിച്ചു നിർത്തി തലതാഴ്ത്തി നിന്നു അവൾ. അരുൺ അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളുടെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. പക്ഷേ അത് ഇപ്പോഴല്ല, കുറച്ച് നിമിഷം മുമ്പ് വരെ. നീ എപ്പോൾ പൂർണ്ണ മനസ്സോടെ എൻ്റെ പാതിയായി ഇങ്ങോട്ട് തിരിച്ചു വന്നോ ആ നിമിഷം തൊട്ട് അതുവരെ തോന്നിയ വെറുപ്പിനേക്കാൾ നിന്നോട് ഇഷ്ടം മാത്രമാണ്. ഒരു നിമിഷം വിടർന്ന മിഴികളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു അവൾ. എന്നിരുന്ന് ഇനി പഴയതുപോലെ വല്ല അമ്മ ബുദ്ധി ഇറക്കാൻ തുടങ്ങിയ വെട്ടി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കാനും മടിക്കില്ല, മനസ്സിലായോ? ഒരു കള്ളച്ചിരിയോടെ പറയുന്നവനെ കാണെ ഒരു പുൻചിരിയോടെ അനുസരണയുള്ള കുട്ടിയെപ്പോലെ തലയാട്ടി അവൾ. ഒരു പുൻചിരിയോടെ അരുൺ അവളുടെ നെറ്റിൽ തന്റെ അധരങ്ങൾ ചേർത്ത് വെച്ചതും നാണം കലർന്ന പുൻചിരിയോടെ തലതിരിച്ച് സൗഗന്ധി. ഇങ്ങനെയുള്ള നാണവും ഭാവമൊക്കെ ഉണ്ടായിരുന്നു ഈ മുഖത്ത്. ഞാനൊന്ന് ഫ്രഷായി വരാം, അപ്പോഴേക്കും റെഡി ആയിക്കോ. എന്തിനെന്ന ഭാഗത്തോടെ സംശയത്തോടെ അവരെ നോക്കി അവൾ. പേടിക്കണ്ട, കൊണ്ടുപോയി കളയാനൊന്നല്ല, നമുക്കൊന്ന് പുറത്തു പോയി തരാം പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി. ദിവസങ്ങൾ ഓരോന്ന് കടന്നു പോകാൻ തുടങ്ങി. പുതിയൊരു തുടക്കം പോലെ ഇരുവരും പരസ്പരം സ്നേഹത്തോടെ ജീവിതം ആസ്വദിച്ച് തുടങ്ങി. കൈലാസത്തിൽ ആറുവീട് ചിരിയും കരച്ചിലുകളും കുറുമ്പും സ്ഥാനം പിടിച്ചു. അവനിപ്പോൾ 8 മാസമായി തുടങ്ങി. മുട്ടിൽ കഴിഞ്ഞ് അവൻ എത്താത്ത ഇടങ്ങളില്ല. അവന്റെ പിറകെ ഓടിപ്പിടിക്കുന്നവളെ കാണും തോറും കളിയാക്കി ചിരിക്കുന്ന അശോകിനെ അവനെ കൊണ്ട് തന്നെ നിധി പണി കൊടുക്കും. രാവിലെ ആർവിയെയും കൊണ്ട് ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് നിധി. പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. ഏറെ നേരം കാത്തിട്ടും കാണാതെയായപ്പോൾ വേവലാതിയോടെ അശോകിനെയും രാജവർമ്മയെയും വിളിച്ച് പറഞ്ഞതാണ്. അവരെയും കാത്ത് ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് മുത്തശ്ശി ഒന്ന് സമാധാനിക്ക്, നിധി ചേച്ചി ഇപ്പം എത്തിക്കോളും. അതെ അമ്മേ, ചിലപ്പോൾ പോലെ നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടാവും. കൊച്ചുമക്കൾ രേണുകയും മുത്തശ്ശിയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം വീണ്ടും ഓർക്കുന്തോറും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അരുന്ധതിക്ക്. നേർച്ചയും വഴിപാടൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും സമയമാവും രേണുകെ. എപ്പോൾ പോയതാ കുഞ്ഞേയും കൊണ്ട്? എൻ്റെ ഈശ്വര. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചതും ഗേറ്റ് കിടന്ന അശോകിന്റെ കാർ വന്നിന്ന് ഒരുമിച്ചാണ്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വേവലാതിയോടെ ഇറങ്ങുന്ന അശോകിനെയും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങുന്ന രാജവർമ്മയും കാണെ മുത്തശ്ശി അവരുടെ അടുത്തേക്ക് ചെന്നു. മോനെ അശോക്, രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിയതാ അവള്. ഇത്രയും നേരമായി എങ്ങോട്ടേലും പോകുന്നില്ലെന്ന് വിളിച്ച് പറയെങ്കിലും ചെയ്യുന്നവളാ. ഇതിപ്പോ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അശോക് എന്ത് ചെയ്യണമെന്നറിയാതെ രാജവർമ്മയെ നോക്കി. രാവിലെ തന്നോടും പറഞ്ഞാണ് കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്ന്. അശോക് ഫോൺ എടുത്ത് വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഒരു നിമിഷം അവന്റെ ഉള്ളിൽ ജാനകിയുടെയും ജഗന്റെയും മുഖം മിന്നിമാഞ്ഞു. ഇനി അവരുടെ ആരെങ്കിലും? ഒരു ചോദ്യം ചിഹ്നം പോലെ അവനെ മനസ്സിനെ പിടിച്ചു കിട്ടി. ഒന്നും നോക്കാതെ തിരികെ കാറിലേക്ക് പോകാനൊരുങ്ങിയതും ഗേറ്റ് കടന്ന് ഹോൺ അടിച്ചു വരുന്ന കാറിലേക്ക് എല്ലാവരും സംശയത്തോടെ നോക്കി നിന്നു. കാറിൽ നിന്നൊരു പുൻചിരിയോടെ എല്ലാവരെയും നോക്കി പുറത്തേക്ക് ഇറങ്ങുന്ന നിധിയെ കാണെ ഒരാശ്വാസത്തോടെ എല്ലാവരും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. എന്റെ കുട്ടി, നീ ഇതെവിടെയായിരുന്നു? എത്ര വിളിച്ചു നിന്നെ? എന്നിട്ടും കിട്ടാനിട്ടാ ഞാൻ അശോകിനെയും രാജനെയും വിളിച്ചു വരുത്തിയത്. ഒരു ശാസനയോടെ പറയുന്ന അരുന്ധതിയെ ഒരു പുൻചിരിയോടെ നോക്കി നിധി. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ മുത്തശ്ശി, എന്നെ കാണാനിതേ എല്ലാവരോടും എത്തുന്നു. നീ ദൂരം എവിടെയായിരുന്നു നിധി? ആർവിയോടെ?
അശോകിന്റെ ചോദ്യത്തിൽ സന്തോഷത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിധി. ശേഷം അവന്റെ കൈകളിൽ ഇറുകെ പിടിച്ചു. എൻ്റെ അശോകിനും മുത്തശ്ശിക്കും അച്ഛനും എല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊണ്ടാണ് ഞാൻ വന്നേ. കാണണ്ടേ മുത്തശ്ശി? ഞാനെന്ന് പറഞ്ഞ മുത്തശ്ശിക്ക് ഓർമ്മയുണ്ടോ? ഞാനും എൻ്റെ നീലും കൂടെ മുത്തശ്ശിക്ക് ഒരു സർപ്രൈസ് തരുന്നുണ്ടെന്ന്. മുത്തശ്ശിയെ നോക്കി നീതി പറഞ്ഞു. അശോകിന്റെ മിഴികളൊന്ന് വിടർന്നു. മനസ്സിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന സരസിന്റെ മുഖം തെളിഞ്ഞതും ഒരു പകപ്പോടെ കാറിലേക്ക് മിഴികൾ പായിച്ചു. നിധി എല്ലാവരെയും നോക്കിക്കൊണ്ട് കാറിലേക്ക് നോക്കിയതും പുറകിലെ ഡോർ തുറന്ന് ആർവിയെയും തോളിലിട്ട് ഇറങ്ങി വരുന്നവനെ കാണാൻ മുന്നിൽ കാണുന്ന ഒരു സ്വപ്നമാണെന്ന പോലെ നോക്കി നിന്നു അശോക് ഒഴികെ ബാക്കി എല്ലാവരും. നിറയുന്ന മിഴികളോടെ അശോക് പുഞ്ചിരിച്ചു വരുന്നവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞിട്ടും തിരികെ തന്നെ നിധിയായിട്ട് തന്നെ അവനെ കൊണ്ടുവരുന്നവൻ കാത്തിരുന്നതാണ്. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് സാധിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. അന്ന് നീലിമ പറയുമ്പോൾ അതായിരുന്നു അവന്റെ അവസ്ഥ. നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അശോകന്റെ അടുത്തേക്ക് നടന്നു. മേരി ജാൻ, അതെന്താടാ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ദേ ഇവനുണ്ടല്ലോ, നിന്നെ പറിച്ചെടുത്ത് പോലുണ്ടല്ലോടാ. നിന്റെ അതേ ദേഷ്യം. ഓ, എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. ഇവന്റെ കാറിൽ കേട്ടെന്റെ ചെവി അടിച്ചു പോയി. ഓ, എന്ത് വികൃതിയാടാ ഇവൻ. തനിക്ക് മുന്നിൽ പുഞ്ചിരിയോടെ പറയുന്നവനെ വാരിപ്പണമെന്ന് അശോക്. ഡാ അശോക്, എന്താ അശോക് ഇങ്ങനെ കരഞ്ഞാലോ? ഡാ നിന്റെ റേഞ്ച് കളയാളോ മോനെ. ചിരിയോടെ പറയുന്നവനെ കാണെ അശോക് ഒരു ചിരിയോടെ ആർവി അവനിൽ തിരികെ വാങ്ങി. സരസ് ആർവിയം തലോടിക്കൊണ്ട് ഇപ്പോഴേതോ മായാലോകത്തെന്ന പോലെ ഒന്ന് ചലിക്കാൻ പോലും മറന്ന് തന്നിൽ മിഴികൾ നട്ടി നിൽക്കുന്ന മുത്തശ്ശിയെ, രാജവർമ്മയും വീട്ടുകാരെയും നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.